നമ്മളിപ്പോ ഉള്ളത് പ്രോമിസ് കിച്ചണിലെ നജീബിന്റെ കൂടെയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 150 പേർക്കുള്ള സേമിയം വിത്ത് പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത്. കറക്റ്റ് അളവ് പറഞ്ഞു നോക്കല്ലേ നമുക്ക് പായസത്തിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം ഏകദേശം ഒരു 3.5 പാട്ട വെള്ളം. ഈ പാട്ട 5ന്റെ പാട്ടാണ്. അപ്പൊ 4 പാട്ട ഒഴിച്ചു നമ്മൾ പോകും. ഇനി ബാക്കി പാട്ട വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ആ പാൽപ്പൊടി കലക്കി ഒഴിക്കാം. അപ്പൊ 3.5 പാട്ട ആദ്യം ആ ബാക്കിയുള്ള വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. നമുക്ക് പാൽപ്പൊടി എത്ര കിലോ ആണ്? 2 കിലോ. 2 കിലോ പാൽപ്പൊടി അല്ലേ? വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കണം. കുറേശ്ശെ അല്ലേ കട്ടുപിടിക്കല്ലേ? വെള്ളം നമുക്ക് ചൂട് വെച്ചെടുക്കാം. അപ്പൊ വെള്ളം ചൂടായില്ല, ആ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു. അങ്ങനെ കലക്കി വെച്ചുള്ള പാൽപ്പൊടി നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളത്തിലേക്ക്. പഞ്ചസാര കൈ മിക്സായി പൊടിച്ചത് ഒന്നല്ല സേമിയ ഉണ്ട് ഇതിലേക്ക് ആഡ് കേട്ടോ. സേമിയ ഏതാണ്? വറുത്ത തീ ഓവറാൻ പാടില്ല. തീ ഓവറായാൽ പാൽ പുറത്ത് പോകുകയും ചെയ്യും. അപ്പൊ ഇടയ്ക്ക് വെള്ളം കുറഞ്ഞ് വെക്കുക, കൺട്രോൾ ചെയ്യാം. ഗ്യാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുപ്പുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം കുറഞ്ഞ് ഉപയോഗിക്കുക. നമ്മൾ പരിപ്പ് വേവിച്ചാണ്ടത് ഏകദേശം 1/2 കിലോ പരിപ്പുണ്ട്. കുക്കറിൽ വേവിച്ചെടുത്തല്ലേ? അടി പിടിക്കാതെ ഇറക്കാൻ നമുക്ക് എപ്പോഴും ഇറക്കിക്കൊണ്ടേ ഇരിക്കണല്ലോ. ഇറക്കി കൊടുക്കണം, ഈ അടി പിടിക്കും. ശർക്കര ഉരുക്കി അരിച്ചാണ് മാറ്റി ചേട്ടത്. അപ്പൊ നമ്മള് മധുരത്തിന് ഇപ്പൊ പഞ്ചസാര കൊടുക്കുന്നില്ല, കുറച്ച് ആടുള്ളൂ, കുറച്ച് കൊടുക്കുള്ളൂ. ശർക്കര കൊടുത്തപ്പോ ശരിക്കും കളറും അങ്ങോട്ട് മാറി. 6 kg വറുത്ത 5 മുഞ്ച് നമുക്ക് ഇതിൽ ആടിട്ടോ. ഒരു പൊടിക്ക് ഉപ്പ് കൊടുക്കും കേട്ടോ. ഏകദേശം ഒരു പൊടിക്ക് കുറച്ച് കിട്ടും, തോന്നെ വേണ്ട, കുറച്ച്. പായസം ഇറക്കി വെച്ചതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യല്ലേ? ആവശ്യത്തിന് പഞ്ചസാര. ഒരു ബോട്ടിൽ മിഠായി പറ്റിട്ടോ. നമ്മള് പായസത്തിന്റെ മേക്കിങ് കഴിഞ്ഞു. ഇത് ഇനി പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ കോയിലിട്ട് ഈ കവർ ചെയ്യാൻ. അങ്ങനെ ഇന്നത്തെ പായസം മേക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് കുക്കറിനകത്ത് വേവിച്ചല്ല, അപ്പൊ അത് ശരിക്കും ഉടഞ്ഞിട്ട് അതിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് ആ പാലിൽ കയറി കിടക്കുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വീഡിയോ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ച വിശേഷമായി മറ്റു വീഡിയോ കാണാം. ബൈ.